ചോദ്യം മുങ്ങിപ്പോട്ടോ. എന്തുകൊണ്ടായിരിക്കും ഒരു ഫാമിലി മാന് സൂപ്പർ ഹീറോ ആവാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഫാമിലി മാൻ ആയി കഴിഞ്ഞാൽ സൂപ്പർ പവറിന് എന്തെങ്കിലും കുറവ് വരുന്നതുകൊണ്ടായിരിക്കുമോ? അപ്പൊ ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ്, ഓക്കെ. അതിനുശേഷം എനിക്ക് ഡിമാൻഡ് കുറഞ്ഞു തോന്നുന്നുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ സിനിമയിലല്ല, ജീവിതത്തിൽ. ഇൻസ്റ്റയില് മെസ്സേജുകൾ കുറയുന്നു. ഇതറിയാനായിരിക്കും അടുത്തൊന്നും കെട്ടണ്ട കേട്ടോ. നോർമലി സാധാരണ നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇതിപ്പോ മറ്റേ കുറെ ആൾക്കാരൊക്കെ ജനാവില് എമ്പുരാന്റെ സെറ്റുകളുണ്ട്. സിഫയിൽ ആക്ടിങ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ധ്യാൻ ചേട്ടനോടാണ്. നമുക്കൊരു LCU DCU ഒക്കെ പോലെ ഒരു DCU ഈ ഫിലിമിൽ കൂടെ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? എടാ, ഇതില് ഞങ്ങൾ അതിതൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്ന് വെച്ചാൽ ഞങ്ങളെ വിളിച്ചു, എന്നെ വിളിച്ച പോലെയാണ് ഇവരെ വിളിച്ചത്. അവനെ വിളിച്ചു. അപ്പോൾ ആ 2 സിനിമയിൽ ഭയങ്കര എനർജി ലെവൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന സിനിമകളിലൊക്കെ ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ട് ലോ ഇതായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കൊള്ളൂല എന്നല്ല പറഞ്ഞ, പക്ഷേ അത്യാവശ്യം ഞാൻ ലേസി അല്ലാതെ അഭിനയിച്ചൊരു സിനിമയാണ് ആ സിനിമ. ഞാൻ അതിനകത്ത്, കാരണം ആ സമയം വരെ കണ്ടില്ലായിരുന്നോ, ലോ ആയിരുന്നോ. അന്ന് ഈ തിരിച്ചു വന്ന സമയത്ത് വീട്ടുകാരൊക്കെ പ്രശ്നമായിട്ട്, ഇന്നിപ്പോ എന്താ വീട്ടുകാർ പറയുന്നത്? നല്ല പ്രശ്നമാണ് നമുക്ക്. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഓരോരുത്തരും വന്ന് ഉപദേശിക്കുന്നു. ഈ പറയുന്ന എന്താ പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇവന്റെ എന്താ അസുഖമാണ്, റിലേറ്റീവ്സ് വരുന്നു. റിലേറ്റീവ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാര്യമില്ല ഇപ്പൊ ഇവിടെ, മനസ്സിലായില്ലേ? വേണമെങ്കിൽ കമ്മിറ്റി പറയാം. ഇപ്പൊ ഒരു ആഗ്രഹമായിട്ട് നടക്കുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാ തുടക്കത്തിൽ വീട്ടിൽ പറഞ്ഞായിരുന്നു എങ്ങനെയും ഒന്ന് ഒപ്പിച്ചെടുക്ക്. നമുക്ക് ചോദിച്ചു പോവാം. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും അടുത്ത് തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന മൂവിയാണ് ഡിറ്റക്റ്റീവ് ഉജ്വലൻ. എന്താണ് പരിപാടി എന്ന് തീർച്ചയായിട്ടും നമുക്ക് അറിയണം. അപ്പോൾ അറിയാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം ഈ വ്യക്തികളുടെ അടുത്ത്. ആൻഡ് ഓൾവേസ് നമ്മൾ വളരെ ഹാപ്പിലി വെൽക്കം ചെയ്യുന്ന മിസ്റ്റർ ധ്യാൻ ശ്രീനിവാസൻ. ഹലോ, ഒരു കൈയ്യടി. ആൻഡ് കൂട്ടത്തിൽ ഒരു പറ്റം കിടിലം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ആരൊക്കെയാമോ? അമീൻ, നിഹാൽ, അമീൻ, ഷബാസ് ആൻഡ് നിബ്രാസ്. യെസ്, എല്ലാവർക്കും ഇവരെ മിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. ഇവരുടെ കോണ്ടന്റ്സ് ഒക്കെ കിടിലം കോണ്ടന്റ്സ് ആണ്, ഫൺ കോണ്ടന്റ്സ് ആണ്, എല്ലാം റിലേറ്റ് ചെയ്യുന്ന കോണ്ടന്റ്സ് ആണ്. അപ്പോൾ ഏറ്റവും ഇപ്പോൾ പറയേണ്ടത് ഡിറ്റക്റ്റീവ് ഉജ്വലൻ എന്ന് പറയുന്ന മൂവി. അപ്പോൾ ധ്യാൻ, എന്തുണ്ട് വിശേഷം? നോർമലി സാധാരണ നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇതിപ്പോ മറ്റേ കുറെ ആൾക്കാരൊക്കെ ജനാവില് എമ്പുരാന്റെ സെറ്റുകളുണ്ട്. 3000 പേരെന്ന് പറഞ്ഞിട്ട് 30 പേരെ വിളിച്ചോണ്ട് വന്നിരിക്കും. കഴിഞ്ഞ സ്റ്റേജിൽ പറഞ്ഞതേ ഉള്ളു എൻ്റെ അടുത്ത്. ഞങ്ങളോട് പറഞ്ഞ ശബരി പറഞ്ഞു ഒരു 3000. ഞാൻ ഒരു എമ്പുരാൻ റേഞ്ചിലാണ് പ്രതീക്ഷിച്ചത്. ഇങ്ങനെ കൈ കാണിച്ചു. അല്ല, പറഞ്ഞ ആള് ശബരിയല്ലേ? ശബരി. അപ്പൊ സംഭവം അറിയാമോ, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ബാക്കില്. ഞങ്ങള് കുറച്ച് പേരെ വിളിച്ചോണ്ട് കുടുംബക്കാരെയും ഒക്കെ. അപ്പൊ ഒന്ന് ഫില്ല് ചെയ്യിപ്പിക്കായിരുന്നല്ലേ? അങ്ങോട്ട് തിരിക്കണ്ട ക്യാമറ, ഇവിടെ പകുതി വെച്ച് കട്ട് ഇങ്ങനെ കാണിക്കാം അല്ലേ? ക്ലാപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് CGക്കുള്ള പൈസ ഞാൻ തരാം. അപ്പൊ പറയൂ, ഡിറ്റക്റ്റീവ് ഉജ്വലൻ ടീച്ചറിന്റെ അകത്ത് വേർഷൻ 2, ധ്യാൻ ശ്രീനിവാസൻ വേർഷൻ 2 എന്ന് പറയുന്നത് അല്ല, എന്താ നമുക്ക് വെറൈറ്റി ആയിട്ട് തവണ ധ്യാൻ ചേട്ടൻ കൊണ്ടിരുന്നേന്ന് അറിയാം. എല്ലാത്തിലും വെറൈറ്റി അല്ലേ? എല്ലാത്തിലും വെറൈറ്റി. എന്റെ ലുക്കിലും ഇതും രാവിലെ തൊട്ട് കേൾക്കുന്ന ചോദ്യമാണ്. ഇവൻ പറഞ്ഞു തരാം, അടുത്തിരുന്ന് കേട്ട് അവനറിയാം. അതിനെ പറടാ.
സാധാരണ ഞാൻ ഇത് ആ പടത്തിലൊക്കെ പറഞ്ഞോട്ടെ ഇതില് അപ്പൊ അതാണ് ഒരു വ്യത്യസ്തത വന്നു. ഇപ്പൊ 2.0 ഒന്നാമത്തെ സാധനം അതാണ് കുറി. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അല്ല രണ്ട് നീ മൂന്നാമത്തെ അഭിനയത്തിലുള്ള മാറ്റം ടിപ്പിക്കൽ ധ്യാൻ മൂവിയിൽ നിന്ന് ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഇനി നാലാമത്തെ പോയി നാലുകൂടെ അവൻ പറഞ്ഞു, പ്രൊഡക്ഷൻ കൂടെ പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ധ്യാൻ ചേട്ടന്റെ 2.0. ഞങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വെറൈറ്റി ചോദ്യമായിട്ട് ഇവരെന്തായാലും ഇരിക്കുന്നുണ്ട്. ഡീകോഡ് ചെയ്ത ആൾക്കാരുണ്ട്. ഒരു മാസ്കിന്റെ കഥ വരെ ചോദിക്കുന്നവരുണ്ട്. അപ്പം ഇവരെ നമുക്കൊന്ന് വെൽക്കം ചെയ്യാം. ഇവര് ഒരുപാട് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. മീഡിയ സ്റ്റുഡൻസ് ഉണ്ട്. ധ്യാന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന, ധ്യാനെ ഇഷ്ടപ്പെടുന്ന, ഇന്റർവ്യൂ ഇഷ്ടപ്പെടുന്ന. അല്ലല്ല, ധ്യാൻ ചേട്ടനാണോ എന്ന് ചോദിച്ചു വന്നവരുണ്ട് ഈ കൂട്ടത്തില്. ഷുവറാണ്. ഒരാളുണ്ട്. കൈവെക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ആരാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എൻ്റെ പേര് അർജുൻ സാൻ. ഞാൻ സിഫയിൽ ആക്ടിങ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ധ്യാൻ ചേട്ടനോടാണ്. നമുക്കൊരു അല്ല, എൻ്റെ ചോദ്യം എന്താ വെച്ചാല് നമുക്കൊരു LCU BCU ഒക്കെ പോലെ ഒരു DCU ഈ ഫിലിമിൽ കൂടെ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? എടാ, ഇതില് ഞങ്ങൾ അതിനൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്നുവെച്ചാൽ ഞങ്ങളെ വിളിച്ചു, എന്നെ വിളിച്ച പോലെയാണ് ഇവരെ വിളിച്ചത്. ഇവരെന്നെ വിളിച്ചത്, അവനെ വിളിച്ചത്. അവരാണ് ഈ കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് വീക്കെൻഡ് അവരുടെ മിന്നൽ മുരളിയാണ് ഈ സിനിമയുടെ, ഈ യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് സിനിമയായിട്ട് അവർ വന്ന സിനിമ എന്ന് പറയുന്നു. അതിനെ ഫോളോ ചെയ്ത് വരുന്ന സിനിമയാണ് ഉജ്ജ്വലൻ. അതിൽ മിന്നലിലുള്ള ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ആരും തന്നെ ഇതിനകത്തില്ല. പക്ഷെ ഇതിനെ ഫോളോ ചെയ്ത് വരുന്ന സിനിമകളുണ്ട്. ലൈക്ക് ജാംബി എന്ന് പറഞ്ഞിട്ട് ജോർജ് കോര, തോൽവി FC ഒക്കെ ഡയറക്റ്റ് ചെയ്ത അവൻ്റെ പടമുണ്ട്. അപ്പോൾ ഇതിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് മേ ബി അതിനകത്തുണ്ടാവും. കുറച്ച് സ്പിൻ ഓഫ് ചെയ്തിട്ട് പോലെ അതിനകത്ത് വരും. ഇൻ ഫ്യൂച്ചർ അവർ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് മാർവലിയൻ DC യൂണിവേഴ്സൊക്കെ പോലെ ഒരു വലിയൊരു എക്സ്പാൻഷൻ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. ആ പ്ലാൻ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇത് സ്റ്റാൻഡ് അലോൺ സിനിമ പോലെ തന്നെ മാറി നിൽക്കും. ബിക്കോസ് ഇതിനകത്ത് ഇപ്പോൾ ആസ് സച്ച് ഇപ്പോൾ മിന്നലിലുള്ള ക്യാരക്ടേഴ്സോ മിന്നലിൻ്റെ ഇതുമായിട്ടൊന്നും യാതൊരു ഇതിലുള്ള ഷിബു എന്നൊക്കെ മാസ്കിൻ്റെ പുറകിൽ അതൊന്നുമില്ല. ഇതിപ്പോൾ പ്രോപ്പർ ഒരു നോർമൽ ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നൊരു സിനിമ അല്ലാതെ ഓരോ കണക്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. താങ്ക് യു ബ്രോ. നെക്സ്റ്റ്. ഹായ്, ഞാൻ ഹെലൻ. ഞാൻ സാറിൻ്റെ ഭയങ്കര ഫാനാണ്, പ്രത്യേകിച്ച് ഇന്റർവ്യൂസിന്റെ. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഈസ്, ഈ മിക്ക സൂപ്പർ ഹീറോസും സിംഗിൾസ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവരൊക്കെ ആയിരിക്കുമല്ലോ. എന്തുകൊണ്ടായിരിക്കും ഒരു ഫാമിലി മാന് സൂപ്പർ ഹീറോ ആവാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഫാമിലി മാൻ ആയി കഴിഞ്ഞാൽ സൂപ്പർ പവറിന് എന്തെങ്കിലും കുറവ് വരുന്നതുകൊണ്ടായിരിക്കുമോ? ബുദ്ധിപരമായ ആരാടാ ഇത്? എന്താ നമ്മളെ സൂപ്പർ ഹീറോന് സിംഗിൾ ആയിരിക്കും. സിംഗിള് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവരായിരിക്കുമല്ലോ സൂപ്പർ ഹീറോസ് മോസ്റ്റ്ലി. ഫാമിലി മാൻ ആയി കഴിഞ്ഞാൽ സൂപ്പർ പവറിന് എന്തെങ്കിലും കുറവ്. അതിപ്പോ സിനിമയിൽ തന്നെ ഇപ്പൊ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടൻ ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ. പണ്ട് കുഞ്ചാക്കോ ബോബൻ ആ സമയത്ത് ചാക്കോച്ചൻ ഹാർട്ട് ത്രോബ് ആയിരുന്ന സമയത്ത് പെട്ടെന്ന് ചാക്കോച്ചൻ പോയി കല്യാണം കഴിച്ച ഫാൻസ് കുറയൂലേ, ലേഡീസ് ഫാൻസ്. ഇത് ചോദ്യം എന്ന് അറിയാമോ, നിങ്ങളോടാണ്, പെണ്ണുങ്ങളോടാണ് ചോദിക്കുന്നത്. എന്താണ് ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ്, ഓക്കെ, അതിനുശേഷം എനിക്ക് ഡിമാൻഡ് കുറഞ്ഞു തോന്നുന്നുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ സിനിമയിലല്ല, ജീവിതത്തിൽ. ഇൻസ്റ്റയില് മെസ്സേജുകൾ കുറയുന്നു. ഇതറിയാനായിരിക്കും, അടുത്തൊന്നും കെട്ടണ്ട കേട്ടോ, അങ്ങനെ കൂട്ടിയാൽ മതി. ഇതിനുള്ള ഉത്തരം അതേ ഉള്ളൂ. സൂപ്പർ ഹീറോന് കല്യാണം കഴിച്ചാൽ ഡിമാൻഡ് കുറയുന്നല്ലേ? ധ്യാൻ ചേട്ടാ, എൻ്റെ ഒരു അക്ഷയ്, ഡിറ്റക്റ്റീവ് ജ്വലൻ. സോ കംപ്ലീറ്റ്ലി സീരിയസ് ത്രില്ലർ ആണോ അതോ കോമഡി ട്രാക്കിലൂടെ അവതരിപ്പിച്ച ഒരു ഡിറ്റക്റ്റീവ് ആണോ? എന്താണ് അതിൻ്റെ ഒരു കോമഡി? ഒന്ന് ഈ ക്യാരക്ടർ ബേസിക്കലി കുറച്ച്
പൊങ്ങനായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഈ ഡിറ്റക്ട് ലോക്കൽ പോലീസിനെയൊക്കെ എന്തെങ്കിലും അവിടെ നാട്ടിലത്തെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ മോഷണമൊക്കെ വരുമ്പോൾ ഇയാളാണ് ഒന്ന് സഹായിക്കുന്നത്, ഇത് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഉജ്ജ്വലൻ ബേസിക്കലി അത്യാവശ്യം സിനിമകളും ബുക്കൊക്കെ വായിച്ചിട്ട് ഇയാൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഒരു ക്രൈം എന്തെങ്കിലും സാധനം നടക്കുമ്പോൾ അയാൾക്കത് ബേസിക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ പോലീസുകാർ എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും കേസ് വരുമ്പോൾ ഇയാളെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഹങ്കാരവും പുള്ളിക്ക് അതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊങ്ങനാണ് ബേസിക്കലി, ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മണ്ടനാണ്. ഓക്കെ, പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ഒരാളാണ് ആസ് യൂഷ്വൽ. പിന്നെ ഈ നമ്മൾ ആ ഒരു 10ാമത്തെ മിനിറ്റിലേക്ക് തന്നെ നമ്മൾ ആ നാട്ടിൽ ഈ പറയുന്ന പോലത്തെ ഫസ്റ്റ് മേർഡർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സീരിയൽ കില്ലിംഗ് ആണ്, സീരീസ് ഓഫ് മർഡർ ആണ്, റൂറൽ സീരിയൽ കില്ലറാണ്, റൂറൽ ഡിറ്റക്റ്റീവ്. ഇപ്പോൾ മുഞ്ഞൽ മുരളിയുടെ ഒരു USP എന്ന് പറയുന്നത് റൂറൽ സൂപ്പർ ഹീറോ, നാടൻ സൂപ്പർ ഹീറോ എന്നുള്ളതാണ് അവരുടെ USP. അതുപോലെ തന്നെ നാടൻ സീരിയൽ കില്ലർ എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്, നമ്മൾ സെല്ല് ചെയ്യുന്ന സാധനം. നിങ്ങൾ ഇപ്പോൾ കോണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഫിലിം എന്നുള്ളൊരു ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വന്നൊരു മാറ്റം ആക്ച്വലി എന്താണ്, അത് എൻജോയ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് അല്ലേ? കാരണം ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ ഡയറക്റ്റ് ചെയ്യുന്നു, ഓൺ ആക്ട് ചെയ്യുന്നു, എല്ലാം നമ്മളുടെ ഒരു പരുവത്തിൽ നിൽക്കുവാണ്, നമ്മളുടെ ഒരു ടാർഗറ്റിൽ നിൽക്കുവാണല്ല. പക്ഷെ ദിസ് ഇസ് ഡിഫറെൻറ്റ് മൂവി എന്ന് പറയുന്നത്. ബ്രസ് ഇല്ല, പറഞ്ഞ പോലെ കണ്ടന്റ് ക്രിയേഷന് സിനിമയിലോട്ട് വരുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് അഭിനയിക്കണം. മറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോണാണ്. അപ്പം നമ്മൾ തന്നെ കണ്ടന്റ് സ്ക്രിപ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ട് നമ്മൾ തന്നെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ സിനിമയിലോട്ട് വരുമ്പം ഈ പറഞ്ഞ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട്, ഈ പറഞ്ഞ എന്തായാലും ടെക്നീഷ്യൻസ് ആയാലും ആക്ടേഴ്സ് ആയാലും. അപ്പോൾ അവരോടൊക്കെ അവരോടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഡിഫറൻസ് നല്ല അറിയാൻ പറ്റുന്നുണ്ട്. കാരണം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ധ്യാന്റെ ഉറ്റ സുഹൃത്ത് മച്ചാനിലായിരുന്നു ഇതിനകത്ത്, നിങ്ങളായിരുന്നു കൂടുതൽ ജീവിതത്തിലും അതെ എല്ലാം അടുത്തിരുത്തിയിരിക്കുന്നത്. അമീൻ എന്തൊക്കെ പഠിച്ചു? പഠിക്കുന്ന സമയത്ത് ഒന്നും പഠിച്ചില്ല എന്നെ പോലെ. പിന്നെയാണ് ഇവന് ഇവിടെ വന്നിട്ട് എന്താ പഠിക്കും. അപ്പൊ കറക്റ്റാ അതാണല്ലോ. എല്ലാവരും അങ്ങനെ പറയുന്നു. അമീൻ ബ്രോയിൻ്റെ ടീംസിനോടാണ്. അതായത് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ അതായത് പ്രേക്ഷകരിലോട്ട് ഇറക്കുമ്പോൾ എത്ര നേരം എഫേർട്ട് എടുക്കുന്നു? തുടക്കമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരു 3 ദിവസമൊക്കെ എടുക്കും. ആദ്യം ഒരു പ്ലോട്ട് സെറ്റ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ പിറ്റേന്നിരുന്ന് കണക്ക് ഷൂട്ട് ചെയ്യുന്നു, അടുത്ത ദിവസം എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ 3 ദിവസം എടുക്കുമായിരുന്നു. പിന്നെ അതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഒരു വർഷം 1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മീറ്റർ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ഇതിനെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം 7:30 വീഡിയോ ഇടണമെങ്കിൽ ഒരു ഉച്ചയാകുമ്പോൾ ഇറങ്ങും. തലേന്ന് പ്ലോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും. തലേന്ന് പ്ലോട്ട് ഉച്ചയാകുമ്പോഴത്തെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് 2 മണിക്ക് ഷൂട്ടിങ്ങിന് ഇരിക്കും. 4:30 ആകുമ്പോൾ ഷൂട്ട് ചെയ്യും. 4 മണി തൊട്ട് 5:30 വരെയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞൊരു 6:30-7:30 ഡബ് എഡിറ്റിങ്ങും കഴിയും, ഇറങ്ങും. അപ്പോൾ ഇത്ര ഒരു 1.5-2 കൊല്ലത്തിനുള്ളിൽ ചെയ്ത് വന്നപ്പോഴത്തെ അതിൻ്റെ ഒരു മീറ്റർ മനസ്സിലായി. തുടക്കമൊക്കെ ഒരു 3 ദിവസമൊക്കെ ഒരു കണ്ടന്റിന് എടുക്കുമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഹായ്, എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനോടാണ്. സോ നിങ്ങൾ വെറൈറ്റി കണ്ടന്റ് ഉണ്ടാക്കാറുണ്ട്, മില്യൺസിൽ വ്യൂസും കയറാറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും മറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇൻസ്പയർ ആയിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമ്മൾ പഴയ സിനിമകളൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ ശ്രീനിവാസൻ ചേട്ടൻ്റെയും ദിലീപ് ഏട്ടൻ്റെയൊക്കെ സിനിമകൾ കണ്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. കണ്ടന്റ് ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ടുണ്ടാക്കി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാൾ ഭയങ്കര കഴിവുള്ള ഒരു ആക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊന്നല്ല അവിടെ അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ അടിക്കപ്പ്യാരി കൂട്ടമണി, പിന്നെ കുഞ്ഞിരാമായണം, ഈ 2-3 സിനിമകളിലൊക്കെ ഭയങ്കര എനർജി ലെവലായിരുന്നു. അല്ല, എനർജി ലെവലിലൊന്നും കുറവില്ല. അപ്പോൾ ആ 2 സിനിമയിൽ ഭയങ്കര എനർജി ലെവൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന സിനിമകളിലൊക്കെ ഭയങ്കരമായിട്ടും ഇപ്പോൾ ഭയങ്കരമായിട്ട് ലോ ഇതായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം വന്ന ഒരു സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് കൊള്ളൂല എന്നല്ല പറഞ്ഞേ, പക്ഷേ അങ്ങനെയല്ല, അത് എനർജി ലെവൽ ഭയങ്കര ലോ ആയിരുന്നു സത്യത്തിൽ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നല്ലൊരു ഡയറക്ടർ കിട്ടാത്തത് കൊണ്ടാണോ അതോ കാരണം അതിന്റെ പുറകെ ചോദ്യം കഴിഞ്ഞുണ്ടോ? അല്ല, അപ്പോൾ ഇനി
അതായത് നല്ലൊരു ഡയറക്ടർ കിട്ടാത്തത് കൊണ്ടാണോ അതോ ലേസി ആയിട്ട് സിനിമയെ കാണുന്നത് കൊണ്ടാണോ അങ്ങനെ വന്നത്? അല്ല, ഈ 2 സിനിമയുണ്ടല്ലോ, ഈ അടികപ്പേര് ഇരുന്നോ ചേച്ചി, ഈ 2 സിനിമയും അന്നത്തെ എനർജി തന്നെയാണ് നമുക്ക് എല്ലാ കാലത്തും. ഈ സിനിമയിൽ വന്നതുകൊണ്ട് എനർജി എല്ലാം നല്ല സിനിമ ചെയ്യുമ്പോൾ നല്ല സിനിമയാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ലോ നമ്മൾ കുഞ്ഞിരാമായണം ചെയ്യുന്നത്. ഇത് ഓടും എന്നൊന്നും നമുക്കന്നറിയില്ല. നമ്മൾ അന്നൊരു സിനിമ ചെയ്തു, അത് ഓടി. ഇന്നും നമ്മൾ സിനിമ ചെയ്യുന്നു, അത് ഓടൂല നമുക്കറിയില്ല. ഇന്നും നമ്മളൊരു സിനിമ ചെയ്തു, അത് ഓടും. സക്സസ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇതുകൊണ്ട് ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്തിട്ടെല്ലാം പ്രഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. കപ്പ്യാർ അന്ന് നമ്മൾ ഭയങ്കരമായിട്ട് സൂപ്പർ ഹിറ്റ് ആവുമെന്ന് വെച്ച് ചെയ്ത സിനിമയൊന്നുമല്ല. അത് പിള്ളേർ പടം ഓക്കെ, പക്ഷേ അത് അന്ന് വിജയിച്ചു. അതിനുശേഷം ചെയ്ത പറഞ്ഞ പോലെ അത് ആൾക്കാർ എൻജോയ് ചെയ്തു, ആൾക്കാർ ഇഷ്ടപ്പെട്ടു. മേ ബി അതിൻ്റെ പുറകിലുള്ള, കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതല്ലല്ലോ ഒരു സിനിമ, ഇതൊരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ടൊരു സിനിമ ഉണ്ടാകുന്നു. അപ്പോൾ കുഞ്ഞിരാമായണത്തിലൊരു സംവിധായകൻ ഉണ്ടായിരുന്നു. ആ സംവിധായകൻ എന്നോട് പറഞ്ഞു തന്നതാണ് ഞാൻ ആ സിനിമ ചെയ്തത്. കപ്പ്യാരിൻ്റെ പുറകിലൊരു സംവിധായകനുണ്ട്, അത് എഴുതിയ ഒരാളുണ്ട്. അപ്പോൾ ഇത് നല്ല കഥകൾ നമ്മളിലേക്ക് വരണം, നമ്മളെ വെച്ച് കഥകൾ ആലോചിക്കണം, എന്നാലും മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഇങ്ങനെ ഒരു മീഡിയം ആകുമ്പോൾ ഇവർ കണ്ടൻറ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവർ കണ്ടൻറ് ഉണ്ടാക്കി, ഇവർ തന്നെ കണ്ടൻറ് ഉണ്ടാക്കി, ഇവർ തന്നെ ആലോചിച്ച്, ഇവർ തന്നെ അഭിനയിക്കുമ്പോൾ അത് ഓക്കെ. അപ്പം ഞാൻ തന്നെ എഴുതിയിട്ട് ഞാൻ തന്നെ അഭിനയിച്ച് ഞാൻ തന്നെ ഇതാവുന്ന സമയത്ത് അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, 1-2 അതൊക്കെ ഉടായ്പ പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിൽ. അല്ലാതെ ബാക്കി ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സാധനങ്ങളല്ല. നമ്മൾ ലേസിയായി നമ്മൾ എഫേർട്ട് ഇട്ടാൽ പോലും ചില സിനിമകളുടെ എത്ര എഫേർട്ട് എടുത്താൽ പോലും സിനിമയുടെ ഫേറ്റ് അതാണെങ്കിൽ, അല്ലെങ്കിൽ ആ കഥ നല്ലതല്ലെങ്കിൽ നമ്മളിടുന്ന എഫേർട്ടിനൊന്നും വെറുതെ ആയിപ്പോവും. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അത്യാവശ്യം ഞാൻ ലേസി അല്ലാതെ അഭിനയിച്ചൊരു സിനിമയാണ് ആ സിനിമ. ഞാൻ അതിനകത്ത്, കാരണം ആ സമയം വരെ കണ്ടില്ലായിരുന്നോ, അത് ലോ ആയിരുന്നു. അപ്പം ഇപ്പം ആ സിനിമ വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും ചേട്ടനും കൂടെ ഒരു സിനിമ ചെയ്യുന്നത്. ആ സിനിമയിൽ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ. എന്തിന് എഫേർട്ട് ഇടണം എന്നുള്ള ചോദ്യമുണ്ട്. നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ എഫേർട്ട് കളയരുത്, എനർജിയും. കാരണം നമുക്കറിയാമല്ലോ ചില സിനിമകൾ വരുന്ന സമയം നമ്മളിതിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇതിന് ചെയ്യണോ, പിന്നെ എന്തിനു ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ചോദ്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് വർഷങ്ങളായിട്ട് നമ്മളെ ഇൻഡസ്ട്രിയിൽ അറിയാവുന്നതും അറിയാത്തതായിട്ടുള്ള അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് അവരുടെയൊക്കെ ആദ്യം സിനിമ ഒരു സ്വപ്നമായിരിക്കും പലർക്കും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അഭിനയത്തോട് എനിക്ക് ഇങ്ങനെ എനർജി കാണിച്ച് ഞാൻ വലിയ നടനാവണം. അപ്പോൾ ഇവൻ നടനാവാൻ പഠിക്കുന്നു, അവൻ നടനാവാൻ പഠിക്കുന്നു, ഞാൻ എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇവരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഞാൻ എൻ്റെ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുള്ള സാധനം, ഞാൻ വളരെ റിലക്റ്റൻ്റ് ആയിട്ടുള്ള ആക്ടറാണ്, ഞാൻ വളരെ ലേസി ആയിട്ടുള്ള ആക്ടറാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോഴും സിനിമകൾ വരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഐറണി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടും ഏട്ടൻ എന്നെ വിളിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം വിളിക്കുന്നു. അതിൽ നമ്മൾ എന്നോട് പറഞ്ഞു തടി ഉറക്കണം, പറിച്ചേ പറ്റൂ. ആ ഒരു പോയിന്റിൽ നമ്മൾ എഫേർട്ട് ഇട്ടു, കുറച്ചു. ആ സിനിമക്ക് വേണ്ടി ആ സിനിമയിൽ തിരക്കേടില്ലാതെ അഭിനയിക്കാൻ പറ്റി. ആ സിനിമ പിന്നെ അൾട്ടിമേറ്റ്ലി ആ സിനിമയുടെ കോണ്ടന്റ്, അതിൽ ഡ്രാമയുണ്ട്, ഇമോഷനും പരിപാടിയും, അതിന് സിനിമക്ക് അതിൻ്റെതായിട്ടുള്ള ആ സ്ക്രിപ്റ്റിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആൾക്കാർ പിന്നീട് ട്രോളുകൾ വന്നു, ഇതൊക്കെ വന്നു. പക്ഷേ അന്നും ഇന്നും എന്നെ ആരും കളിയാക്കിയതായിട്ട് ഞാൻ സേഫായിരുന്നു ആ സിനിമയിൽ, മനസ്സിലായില്ല, ഒരു പരിധി വരെ. അത് നമ്മളിട്ട എഫേർട്ടിൻ്റെയും നമ്മുടെ എനർജീൻ്റെയും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ സിനിമ എന്തും ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാ സിനിമകളിലും നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സിനിമകളിൽ ഈ ഡയറക്ടേഴ്സ് നമ്മളോട് ഡിമാൻഡ് ചെയ്യൊന്നുമില്ല. ചിലവർ ഇത് മതി എന്ന് പറയും, ചിലവർ ഇതൊന്നുകൂടെ എന്നും പറയും. അപ്പോൾ നമ്മൾ എന്തും ചെയ്യാൻ റെഡിയാണ് ആസ് ആക്ടേഴ്സ്. പക്ഷേ ഇതൊക്കെ ഡയറക്ടേഴ്സിൻ്റെ കൺട്രോളിലാണ്. അപ്പം ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഐ ആം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. ആ ഡയറക്ടർ എത്രത്തോളം നല്ലതാണോ അത്രയേ ഉള്ളൂ ഒരു നടൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസും. അത് ചില ആക്ടേഴ്സ് അവർ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒന്നും സക്സസ്ഫുള്ളായിട്ട്, പക്ഷെ എന്നാൽ പോലും ഒന്നും ചെയ്യില്ല, സ്ക്രീനിൽ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലർ എഫേർട്ട് ഇടില്ല, എന്താ പറയണ്ടത്, ചിലർ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ പൊതുവേ ആ ഡയറക്ടറിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് സെറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അയാളുടെ പാഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു കൺവിക്ഷൻ, അയാളുടെ ഒരു ഗട്ട് ഫീലിംഗ്. നമ്മൾ ആദ്യം കഥ കേൾക്കുന്ന സമയത്ത് ചിലത് മോശമാണ്, നമ്മൾ മോശമാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഈ സൗഹൃദ വലയത്തിനിടയിൽ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ കാലയളവിൽ ഞാൻ. അപ്പം ചിലർക്ക് വേണ്ടി നമ്മൾ ബന്ധത്തിൻ്റെ പുറത്ത് സിനിമ ചെയ്യും, അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടത്, ഞാൻ ഇതൊരു സാമ്പത്തിക ലാഭത്തിനൊന്നും വേണ്ടി ഞാൻ അധികം സിനിമയൊന്നും അധികം നല്ല അങ്ങനെ സിനിമകൾ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ അത്യാവശ്യത്തിൽ അധികം പൈസ ഉണ്ട്, അതുകൊണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ സിനിമ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ കൂട്ടായ്മ, അല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, പിന്നെ നമുക്ക് വരുന്ന സിനിമകളിൽ
നമുക്ക് പരിചയമുള്ള ആൾക്കാർ ഒരു സിനിമ വേണം, ഇത് പിടിച്ചു വെക്കണം, ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സിനിമ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ സ്കെഡ്യൂൾ ഗ്യാപ്പിൽ 5 ദിവസം വരെ പോയിട്ട് നമ്മളൊരു ബന്ധത്തിൻ്റെ പുറത്തൊക്കെ ഞാൻ പോയി സിനിമ ചെയ്തിരുന്നു. ഇതിലൊന്നും ചെയ്തേ പറ്റൂ. അത് പൈസയൊന്നുമല്ല, കാരണം അന്നൊന്നും അതിൽ അങ്ങനെ പൈസ വാങ്ങിക്കാത്ത എത്രയോ പടങ്ങളുണ്ട് ഞാൻ അഭിനയിച്ച്. കഴിഞ്ഞ വർഷത്തിൽ എത്രയോ പടങ്ങൾ പൈസ വാങ്ങിക്കാതെ അഭിനയിച്ച സിനിമകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ചേച്ചിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. പക്ഷേ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്തേക്ക് വരുന്ന ആരെയും ഞാൻ എന്താ പറയുക വിഷമിച്ച് വിടാറില്ല. ഒരു സിനിമ ചെയ്യൂ, അവരോട് കാര്യങ്ങൾ പറയാം നമ്മൾ. നമസ്കാരം. ഞാൻ ഈ മീഡിയ സ്കൂളിലെ വിദ്യാർത്ഥിയല്ല, മീഡിയക്കാരനാണ്. തീരെ മുതലുള്ള പരിചയമാണ് നമ്മൾ തമ്മിൽ. സാധാരണയുള്ള സൗഹൃദം കൊണ്ടാണ് ചോദിക്കുന്നത്, അഭിപ്രായമാണ്, ക്ഷമിക്കണം. അതായത് കുട്ടിക്കാലം, എനിക്ക് കുട്ടിക്കാലത്ത് മീഡിയ സ്കൂളിൽ പഠിക്കണം എന്ന് പറയുന്നത് നടന്നില്ല. താങ്കളുടെ കുട്ടിക്കാലത്ത് വീട്ടിലെ ഡിറ്റക്റ്റീവ് ആരായിരുന്നു? അതായത് ധ്യാൻ ശ്രീനിവാസന്റെ കുറ്റങ്ങളും കുഴപ്പങ്ങളും തരികടകളും ഒക്കെ കണ്ടുപിടിക്കുന്ന വീട്ടിലെ ഡിറ്റക്റ്റീവ് ചേച്ചിയാണോ, ശ്രീനിയേട്ടനാണോ, വിനീത് ശ്രീനിവാസനാണോ? ചോദ്യം മുങ്ങിപ്പോട്ടോ? അല്ല, അങ്ങനെ കണ്ടുപിടിക്കാൻ മാത്രം തക്കമുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിരുന്നില്ല വീട്ടില്. ഒരു തവണ അച്ഛൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ, അന്ന് പുറത്താക്കി. അന്ന് പുറത്താ, അത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ കണ്ടുപിടിച്ച ദിവസം ഞാൻ ആക്ച്വലി പുറത്തായിരുന്നു വീട്ടില്. സത്യം. എത്ര നാൾ കഴിഞ്ഞാണ് അകത്തേക്ക് കയറ്റിയത്? കുറച്ചധികം വർഷം എടുത്തു. ആ പിന്നെ എൻ്റെ ആ ഒരു ഇത് മാറാൻ ഒരു ഞാൻ പിന്നെ വരുന്നത് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് പുറത്തായതിനു ശേഷം ഞാൻ പിന്നെ സിനിമയിൽ വന്ന് അസിസ്റ്റൻ്റായി, അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങി. പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇടക്ക് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ കല്യാണത്തിന് വെച്ചാണ്. ഇടക്ക് കണ്ടത്. കല്യാണത്തിന് എന്നെ വിളിക്കരുതെന്നൊക്കെ പുള്ളി പറഞ്ഞ, പക്ഷേ കാണേണ്ടി ഏട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നു. ഞാൻ ജസ്റ്റ് ആ കല്യാണത്തിന് മാത്രം പങ്കെടുത്തിട്ട് ഞാൻ തലേദിവസം ഇല്ല ഞാൻ കല്യാണത്തിന് വന്നു, പങ്കെടുത്തു, പരിപാടി കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി തിരിച്ച്. അപ്പം ഞാൻ പുള്ളിയുടെ കൂടെ ചേട്ടൻ്റെ കൂടെ ചെന്നൈ താമസിക്കുന്ന സമയം. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് 2013-14 പിന്നെ കേരിക്കോന്ന് പറഞ്ഞ ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആയിക്കോട്ടെ. ഹായ്, എൻ്റെ പേര് അസ്ന. ഞാൻ കോസ്മെറ്റോളജി പഠിക്കുകയാണ്. എനിക്ക് ചേട്ടൻ്റെ അടുത്ത് ആണ് ചോദിക്കാനുള്ളത്. ഞങ്ങളൊരു കാര്യം അറിഞ്ഞു, ചേട്ടൻ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന്. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് പറയൂ. അല്ല, കലോത്സവത്തിൽ പങ്കെടുത്തോണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അത് ഇതണക്ക് അന്ന് അറിയാലോ, മിമിക്രി ചെയ്ത് വരുന്നൊരു ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്ത് കലോത്സവത്തിൽ പ്രൈസൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണക്ക് 10th ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റിൽ 16ാം സ്ഥാനം, A ഗ്രേഡ്. അങ്ങനെ ആ ഒരു ഇതില്. അപ്പൊ അത് അന്ന് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ഇപ്പൊ റീൽസ് ഉണ്ട്, ഇപ്പൊ നമുക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ അന്ന് മിമിക്രി വഴി സിനിമയിലെത്തി, സിനിമയുടെ ഉള്ളൊരു ഇതുകൊണ്ട് മിമിക്രി ചെയ്ത് അങ്ങനെ ചെയ്ത അതൊക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര സിനിമാ മോഹം ഉണ്ടായിട്ട് ഈ കാനഡ കഥ നമ്മൾ കുറെ കേട്ടത് അമ്മീന്റെ. അപ്പൊ അമ്മീൻ എന്തിനാ ഈ കാനഡയ്ക്ക് പോയത്? അപ്പൊ പിന്നെ ഇത്ര സിനിമാ മോഹം ഉള്ള ഒരു പറഞ്ഞ നമുക്ക് സിനിമയിൽ ആരും ഇല്ലല്ലോ. അപ്പൊ ഒന്ന് സെറ്റിലാണ് നമുക്ക് വീട്ടിലിപ്പം നിൽക്കാം. കാരണം കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് അത്യാവശ്യം നമുക്ക് വരുമാനമുണ്ട്, നമുക്ക് പിടിച്ചു നിന്ന് പോവാം. ഈ സിനിമയെന്നും പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് വീട്ടുകാരുടെ അടുത്ത് വേണം ഈ കാശ് ചോദിക്കും. ഇപ്പം ഒന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ തന്നെ വണ്ടിക്കൂലിക്ക് 10 രൂപ ടിക്കറ്റ് എടുക്കണമെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കണം. ചായക്കും 10 രൂപ വേണം. അപ്പം ഞാൻ ആദ്യം ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് എങ്ങനെയും ഒന്ന് സെറ്റിലായിട്ട് നമുക്ക് ഇപ്പം എൻ്റെ കൂടെ കാനഡയ്ക്ക് വരാനിരുന്നവനായി ഇവനും പോയി രക്ഷപ്പെട്ടിട്ട് അപ്പോഴത്തേ അവൻ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു നമ്മൾ മനസ്സിലൊരാഗ്രഹം വെച്ചുകൊണ്ട് വേറൊന്നത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ അവിടെ നിന്ന് വീട്ടുകാരുടെ കാശ് കളയണമെന്ന് വിചാരിച്ചു. അന്ന് തിരിച്ചു വന്ന സമയത്ത് വീട്ടുകാരൊക്കെ പ്രശ്നമായിട്ട് ഇന്നിപ്പോ എന്താ വീട്ടുകാർ പറയുന്നത്? നല്ല പ്രശ്നമായി. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഓരോരുത്തരും വന്ന് ഉപദേശിക്കുന്നു. ഈ പറയുന്ന എന്താ പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇവൻ്റെ എന്താ അസുഖമാണ്, റിലേറ്റീവ്സ് വരുന്നു. അപ്പം ഞാൻ അങ്ങനെ അവിടെ നിന്ന് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എറണാകുളത്തൊരു കോളേജിലായിരുന്നു, SH. അങ്ങനെ അവിടെ വന്ന് അഡ്മിഷൻ എടുത്തു. അതിനുശേഷം ഞാൻ ഇതേണക്ക് ഇവനുമായിട്ട് പറയുന്നു കണ്ടന്റ് സെറ്റ് ചെയ്യാം എന്നുള്ള രീതി കയറി പോയപ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് വരുമാനം വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യണ്ട, കോൺഫിഡൻസ് ആയി. പിന്നെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യണ്ട,
പിന്നൊരു ഈ ഒരു ലാസ്റ്റ് ഒരു കൊല്ലത്തിനുള്ളിൽ ഫുൾ സെറ്റായി. ഇപ്പോൾ അത്യാവശ്യം ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ അമിലാൻ ടീമിനോട് തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് ക്യാരക്ടർ ഡിസൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ അമീൽ അച്ഛൻ റോള് ഒന്നും പറയാനില്ല, ആൻഡ് ഇദ്ദേഹം ഓൾസോ അച്ഛൻ റോള് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ കുഞ്ഞുമോൻ ഓൾവേസ് കുഞ്ഞുമോനാണ് തരികിട. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഇങ്ങനെ ക്യാരക്ടർ കൊടുക്കുന്നത്? അല്ല ആദ്യം പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ നേരത്തെ ഇപ്പൊ കണ്ടപ്പോ തന്നെ അറിയില്ലേ കുഞ്ഞുമോൻ, അപ്പൊ തന്നെ മൈൻഡ് നമുക്കൊരു അങ്ങനത്തെ ഒരു അഹങ്കാരം കാണിക്കുന്ന ഒരു മോനൊരു ഇമേജ് വരുമ്പോ തന്നെ അവനെ ഓർമ്മ വരുന്നത്, മീൻസ് ആ ക്യാരക്ടർ ചെയ്യാനായിട്ട്. പിന്നെ അച്ഛൻ ഞാൻ ഇവനെ ആരാണ് അപ്പൊ സൂട്ടാവുക, പിന്നെ റിപ്പീറ്റ് ആവാതിരിക്കാൻ നോക്കും. കാരണം ഇപ്പം ഒരു വീഡിയോയിൽ ഇവ അച്ഛനായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും ഇവ അച്ഛനാകുമ്പോ ആ ഒരു റിപ്പീറ്റ്സ്, അത് ഓഡിയൻസിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാറ്റാറുണ്ട്. ആ അപ്പൊ അതാണ് അതിന്റെ ഒരു മീൻസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോ തന്നെ മനസ്സിൽ വരും ഇത് ആര് ചെയ്ത കണ്ടന്റ് പ്ലാൻ ചെയ്യുമ്പോ പറയാ നീ ഇങ്ങനെ ഒരു സാധനം ചെയ്തു വരാതെ നോക്കുന്നു. അത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്പോട്ട് നമുക്ക് മൈൻഡിൽ കാണും ആര്, കാരണം നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, നമുക്ക് തന്നെ ഡിസ്ഡാക്കാം. റീസെൻ്റ്ലി വളരെ വൈറലായിട്ട് നിൽക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് നിങ്ങൾ, ഹാഷിറും അതുപോലൊക്കെ തന്നെ. അപ്പോൾ ഹാഷിറും ടീമും ഒക്കെ വാഴയിലൂടെ വളരെ വലിയൊരു ഫെയിമിലേക്ക് എത്തി. അപ്പോൾ ഈ പടത്തിലൂടെ നിങ്ങൾക്കും അതുപോലെ ഒരു ഫെയിം ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഫെയിം ഒന്നും നമുക്ക് ഇനി നല്ല നല്ല സിനിമ അത്രയും ഒരു ബ്രാൻഡായിട്ട് മാറാൻ പറ്റുമെന്ന്? അല്ല, ബ്രാൻഡ് എന്നതിലുപരി നമുക്ക് ഇനി നല്ല നല്ല നമ്മളെ ടീമിന് ഇപ്പോൾ ഒരുമിച്ച് പടങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇൻഡിവിജ്വലായിട്ട് നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റുക, അതേ ഉള്ളൂ ആഗ്രഹം. അല്ല ബ്രാൻഡ് ആവുക, കാരണം അത് എത്ര നാൾ നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ മലയാളികളാണല്ലോ എന്നെ കൊണ്ടുപോകും. നമ്മൾ നല്ല നല്ല പടം നമ്മളത് സത്യം പറഞ്ഞാൽ അത് ഗവനിക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ സിനിമ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് നിർത്താനൊരു പ്ലാൻ ഇല്ല, അതെന്തായാലും കണ്ടിന്യൂ ആയിട്ട് പിന്നെ വീഡിയോസ് ചെയ്യണം. ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വീഡിയോസ് ആണ് എല്ലാവരുടെയും. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇപ്പോൾ CCTV റീസെൻ്റ്ലി CCTV അറിയാലോ, അത് അടിപൊളിയായിരുന്നു. നിങ്ങൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ വീട്ടിൽ നിന്ന് പ്രഷറുള്ള സമയം ഇതൊക്കെ, അങ്ങനെ നിൽക്കുന്ന കുറേ പേരുണ്ടാവും. ഇപ്പം അവരോടൊരു ടിപ്പായിട്ട് കൊടുക്കാനുള്ള എന്താണ്? കാരണം ഇപ്പം ചേട്ടൻ്റെ കാനഡ സ്റ്റോറി പോലെ ഞാൻ സിഫെ പഠിച്ച അപ്പം എൻ്റെ കൂട്ടുകാരൻ സഞ്ജയ് എന്ന് പറയുന്നത് അതുപോലെ കാനഡയിൽ പോയി 4 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് എന്നിട്ടാണ് സിഫെ പഠിക്കാൻ വന്നത്. അപ്പം അന്ന് അവൻ പറയുമ്പോൾ ഞങ്ങൾക്കും അത് എൻ്റെ മൂന്ന് കാനഡയിൽ വന്നിട്ടാണല്ലോ പഠിക്കാൻ വന്നത്. അപ്പോൾ അതൊരു ഇതായിരുന്നു. ഞങ്ങൾ കുറേ പേര് ഇതുപോലെ വർക്ക് ചെയ്ത് റിസൈൻ ചെയ്ത് സിനിമയോടുള്ള പാഷൻ കൊണ്ട് വന്നവരാണ്. സോ അപ്പോൾ വീട്ടിലുള്ള പ്രഷർ അങ്ങനെ എല്ലാവരും ഹാൻഡിൽ ചെയ്തുകൊണ്ട് അപ്പം നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ളൊരു ടിപ്പ് എന്തായിരിക്കും? നേരത്തെ ധ്യാൻ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെ സാധനം എന്താ ആത്മാർത്ഥത ഉള്ള സാധനമാണ്, നമ്മൾ അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കും. വേറെ ഒന്നിലും നമുക്ക് ഫോക്കസ് വരത്തില്ല. ഈ പറഞ്ഞാൽ എനിക്ക് കാനഡയിൽ പോയപ്പോഴായാലും എനിക്ക് ഫോക്കസ് വരുന്നില്ല. ഇപ്പം ബ്രോൻ്റെ ഫ്രണ്ട് ആണെങ്കിലും 4 വർഷം പുള്ളിക്ക് അവിടെ നിന്ന് അത് മടുത്ത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് തന്നെ എന്തായാലും ഫോക്കസ് ചെയ്ത് നിൽക്കും. കുറേ കളിയാക്കലൊക്കെ കിട്ടും, അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും രക്ഷപ്പെടും എന്നുള്ളൊരു ഇതിൽ മൈൻഡ് മനസ്സിൽ വയ്ക്കുക. രക്ഷപ്പെടും, എവിടെ പോകാൻ രക്ഷപ്പെടും. എൻ്റെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനും ചെറിയ കണ്ടന്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. അപ്പോൾ എനിക്കെപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ കണ്ടന്റ് ക്ഷാമം. അപ്പോൾ ഒട്ടുമിക്ക കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും അത്. അപ്പോൾ അത് നിങ്ങൾക്കത് വന്ന ബ്രേക്കിംഗ് പോയിന്റ് എന്താ? ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്പയർ ആവുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അത് ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്തായിരുന്നു? എന്താ അനുഗ്രഹം തോന്നുന്നു, ഇതുവരെ ഒരു കണ്ടന്റ് ക്ഷാമം വന്നിട്ടുണ്ട്. ഇത് കണക്ക് പറഞ്ഞ കണക്ക് ഒരു സ്റ്റക്ക് വരും. അടുത്ത എന്ത്, കാരണം ഫ്രഷ് കണ്ടന്റ് സെറ്റിലെ ഓഡിയൻസിന് ഒരു ബോറടി വരും. അപ്പൊ ടൈം എടുക്കും. ഞങ്ങൾ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടൊന്നും കിട്ടാപ്പം വേണ്ട, അത് എടുത്താൽ വർക്ക് ആവത്തില്ലെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പൊ പിന്നെ അത് വെറുതെ വീഡിയോ ഇടണ്ടെന്നുള്ള മട്ടിൽ ഒരാഴ്ച വെയിറ്റ് ചെയ്ത് ആലോചിച്ച് എടുത്ത കണ്ടന്റ്സും ഉണ്ട്. അപ്പൊ അത് വരും. പക്ഷെ ക്രിയേറ്റിവിറ്റി എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വരും. അപ്പോൾ അതൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം 3 ദിവസം എടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം 1.5 ദിവസം മതി നമുക്കൊരു കണ്ടന്റ് പോകാനായിട്ട്. അപ്പം ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്ലോ കിട്ടും. എന്നോട് ചോദിച്ച മാതിരി ഡിറ്റക്റ്റീവ് മൈൻഡുള്ള ആരെയും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ. ഇപ്പം നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിറ്റക്റ്റീവ് മൈൻഡ് ഉള്ളത് ആരാണ്? ആരുടെയും കള്ളത്തരം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ സൂത്രം കണ്ടുപിടിക്കാനോ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഉണ്ടോ? കണ്ടുപിടിക്കാൻ തക്കത്തിനുള്ള കള്ളത്തരങ്ങൾ? നിങ്ങളുടെ ലൈഫിലുണ്ടായ എന്തെങ്കിലും കണ്ടന്റുകൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടന്റ് ആക്കിയിട്ടുണ്ടോ? അതായത് ഇഷ്ടംപോലെ മിക്ക തേപ്പ് കണ്ടന്റും എല്ലാം ലൈഫിൽ അല്ല അതിന്നുള്ളത്. പിന്നെന്താ പറയുന്നത്, ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള മിക്കത് നമ്മളെ ലൈഫിൽ തന്നെ നടന്ന സംഭവങ്ങളാണ്. അത് നമ്മളെ ലൈഫ് ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്ന ഒരു രീതിയിൽ വരും. ഞങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്ന് വിചാരിച്ചതേ അല്ല, സിനിമ നടൻ എന്നുള്ള രീതിയിൽ പോകണം. പക്ഷെ
എന്താ പറയുന്നത് അതിനകത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ചെയ്ത് തന്നപ്പോൾ നോക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ലൈഫിൽ ഓരോ കണ്ടന്റുകൾ നടക്കുന്നുണ്ട്. വീട്ടിലായാലും ക്യാരക്ടേഴ്സ് ഒന്ന് റോട്ടിലോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. ഇപ്പോൾ എറണാകുളത്ത് തന്നെ ഒന്ന് റോട്ടിലോട്ട് ഇറങ്ങിയാൽ മതി, കുറേ കണ്ടന്റ് കിട്ടും നമുക്ക്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻ്റർവ്യൂസ് ഇറങ്ങുമ്പോൾ അറിയാം, ഞാനും പുള്ളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജോലി അടിച്ചിരുന്ന ഇൻ്റർവ്യൂന്ന്. വേറെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് പടം ഒരു നടൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുമ്പോൾ തോന്നാം. പക്ഷേ സെറ്റിൽ പുള്ളി അത്രയ്ക്ക് ഫ്രീ ആയിട്ടാണ് നമ്മുടെ അടുത്ത്. ആ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഒന്നെങ്കിൽ എനിക്ക് മൊത്തം അതിനകത്ത് ചീത്തവിളിയായിരിക്കും. കാരണം ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും അവിടെ ഷൂട്ടിന്റെ സമയത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കും പരിപാടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കും വരും. അപ്പം ഞാൻ ഈ ഊക്കുന്നതെന്ന് പറഞ്ഞാൽ തിരിച്ചു ഊക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടുമ്പോഴേ. പിന്നെ വേറൊരു സീനിയർ ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് പുള്ളി എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളവിടെ മാന്യതയായിട്ട് നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ പുള്ളി അങ്ങനെ ഭയങ്കര ഫ്രീഡം ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ, ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ പ്രോത്സാഹനം തരുന്നവരുണ്ടാവാം, തിരിച്ച് നടക്കില്ല എന്ന് പറയുന്നവരുണ്ടാവാം. ആ നടക്കില്ല എന്ന് പറയുന്നവരുണ്ടായിരുന്നെങ്കിൽ അവരിപ്പോൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല, അവരെല്ലാവരും സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഇതിനെതിരായിട്ട് അങ്ങനെ മറ്റേ അടിച്ചതാക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. കാരണം ഈ കോളേജിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ആദ്യം ഞങ്ങൾ വൈൻസ് ചെയ്തൊരു കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് കണ്ടവരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ബൂസ്റ്റിങ് വന്ന് ഇങ്ങനെ ഇതിനൊക്കെ സപ്പോർട്ടായിരുന്നു. ഈ അങ്ങനെ ഇത് ചെയ്താൽ അങ്ങ് പോവും എന്നുള്ള രീതിയിലൊന്നും ആരും പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ചോദിച്ചില്ലേ എന്തിനാ ഡ്രോപ്പ് ചെയ്തതെന്നുള്ള ഒരു ഇത് വരുമല്ലോ. എന്തിനാ ഡ്രോപ്പ് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം കൂടെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഇത് കൊണ്ടുപോക്ക് ഭയങ്കര നടക്കുന്നത്. കാരണം നമ്മളിപ്പോൾ കൊല്ലത്ത് വീഡിയോസ് എടുക്കും, പിന്നെ ആഴ്ചയിൽ വന്ന് ഇവിടെ നിൽക്കും, പിന്നെയും പോവും. അങ്ങനെ വന്ന് നിന്നപ്പോഴത്തേക്ക് അവസാനം മനസ്സിലായി അതേ നടക്കത്തുള്ളൂ, നടക്കത്തില്ലെന്ന്. ഏതാണ് നമുക്ക് മെയിൻ അതിലേക്ക് പോവുക? അല്ല, നമുക്ക് ഇതേ പണ്ടോട്ടേ പഠിത്തം എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് മുട്ടിച്ച് വന്നതല്ലേ. ഇതിനകത്തോട്ട് വീട്ടുകാരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് വലിയ കാര്യമില്ല ഇപ്പൊ ഇവിടെ. അങ്ങനെ മനസ്സിലായില്ലേ? വേണമെങ്കിൽ കമ്മിറ്റി പറയായിരിക്കും. ഇപ്പൊ ഒരു ആഗ്രഹമായിട്ട് എടുക്കുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാ തുടക്കത്തിൽ വീട്ടിൽ പറഞ്ഞായിരുന്നു എങ്ങനെയും ഒന്ന് ഒപ്പിച്ചെടുക്ക്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളിപ്പോ ഇതിൽ തന്നെ സ്റ്റിക്കോണായിട്ട് നിൽക്കുക. അതിന്റെ ഗുണം എപ്പോഴെങ്കിലും ഭാവിയിൽ ഈ മീഡിയ ഒന്നും ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷനിൽ എവിടെയെങ്കിലും ജോലിക്ക് കയറണമെങ്കിൽ മാത്രമാണ് ഗുണം. എന്തായാലും മീഡിയ ഇല്ലാണ്ടാവും പോണില്ലെങ്കിൽ നോ പ്രോബ്ലം. കാരണം ക്രിയേറ്റിവിറ്റി ഉള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യം മാത്രം ചിലപ്പോൾ പേരൻസിന്റെ കണ്ണിൽ അത് ചിലപ്പോൾ ഉപകാരം. കാരണം ഇത്രയും കാശ് കൊടുത്ത് പഠിപ്പിച്ചതാണ്. അപ്പം ഇപ്പൊ അവരും ഇപ്പൊ മാറ്റം നമ്മള് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഓൺ ചെയ്യുന്നുണ്ട്. അവരും പ്രോഗ്രസ് കണ്ടോണ്ടിരിക്കുകയാണല്ലോ, അതിന്റെ ഒരു സപ്പോർട്ട്. ഒരു കാര്യം കൂടി, ഈ സോഫിയ പോളിന്റെ പ്രൊഡക്ഷൻ ടീം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ വരുവാന്ന് ഇപ്പം ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ. നിങ്ങളുടെ എല്ലാവരും ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ടായിരുന്നു പരസ്പരം എടാ ലോട്ടറി അടിച്ചു എന്താ സംഭവം? സത്യം പറഞ്ഞാൽ അതാണ് ഞെട്ടിപ്പോയത്. കാരണം ഫസ്റ്റ് പടം തന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആദ്യം വിളിച്ചത് വിപിനേട്ടനായിരുന്നു, വിപിൻ ദാസ് വാഴയ്ക്ക് വേണ്ടി. അപ്പൊ അത് കഴിഞ്ഞ് ഡയറക്റ്റ് പിന്നെ ഇവരാണ് വിളിക്കുന്നത് വീക്കെൻഡ്. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിനൊരു കാര്യം ഉണ്ടായെന്ന് മനസ്സിലായി. കാരണം രണ്ടും വിളിച്ചേക്കുന്നത് ഹൈ ആയിട്ടുള്ള ആൾക്കാരാണ്. വിപിൻ ചേട്ടൻ വാഴ ഇറങ്ങുന്നതിന് മുമ്പേ ഒരാഴ്ച മുമ്പേ നമ്മളെ വിളിച്ചതായിരുന്നു. വാഴ ഫസ്റ്റ് പാർട്ട് ഇറങ്ങുന്നതിന് മുമ്പേ വിളിച്ച് പറഞ്ഞായിരുന്നു നമുക്ക് പരിപാടി ഉണ്ട്, നമുക്ക് സെറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാന്ന് തോന്നല്ലേ ഇവിടുന്ന് വിളിച്ചത്. അത് കേട്ട് പുള്ളിയെ കണ്ട് കിളി പോയിരിക്കുന്ന സമയത്താണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്നും കൂടെ വിളിക്കുന്നത്. മൊത്തത്തിൽ രണ്ടും കൂടെ മനസ്സിലായി ഇത് ഈ റീല് ചെയ്യുന്നതിൽ ഇങ്ങനത്തെ ഗുണങ്ങളുണ്ട്. ഓക്കെ.